അപ്പോൾ ഈ ശിവരാത്രിയായിട്ട് ഞങ്ങൾ കാലത്ത് തന്നെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോയിട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിലും പിന്നെ ഇച്ചിക്കോട്ടുകാവ് അമ്പലത്തിലാണ് നമ്മൾ പോയത്. നമ്മുടെ കൂടെ അമ്പാടി ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് തന്നെ അമ്പലത്തിലൊക്കെ നല്ല രീതിക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പം നിൽക്കുന്നത് ഇച്ചിക്കോട്ടുകാവ് അമ്പലത്തിലാണ്. അപ്പോൾ ഞാൻ അമ്പാടിയും കൂടി തൊടാനായിട്ട് കയറിയതാണ്. തൊഴുതിറങ്ങിയപ്പോൾ അമ്പാടിക്ക് രാമനെ കാണുന്നതുകൊണ്ട് ഭയങ്കര വശമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ രാമനെ കാണാനായിട്ട് പോയിട്ടുണ്ട്. അവൻ ആനയുടെ അടുത്തേക്ക് പോകാനായിട്ടുള്ള പ്ലാനായിരുന്നു. അവിടെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ല. രാമൻ പക്ഷെ നല്ല കുട്ടിയായിട്ടാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത്. അമ്പാടിക്ക് അവിടെ നിന്ന് പോകണമെന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ നേരം അവനെ കണ്ട് അവിടെ നിന്നു കേട്ടോ. അമ്പാടി ശരിക്കും പറഞ്ഞ ഒരു ആനപ്രാന്തനാണ്. ആനകളുടെ പേരൊക്കെ അവൻ ഇപ്പോഴേ അറിയാം കേട്ടോ. ഒരു ഗണപതി ഹോമം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രസാദം നമ്മളത് അവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിച്ചിട്ടുണ്ട്, എന്നാലേ ഒരു സമാധാനമുള്ളൂ. അപ്പം നമ്മളത് കഴിച്ചതിന് ശേഷം നമുക്ക് ചായ കുടിക്കാനായിട്ട് പോകാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മൾ സ്ഥിരം പോകുന്ന നമ്മുടെ ചായക്കടയിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ പോയിട്ട് 2 ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ദോശ കഴിച്ചു. അമ്പാടിക്ക് ഇഷ്ടം ഉഴുന്നോടെയാണ് കേട്ടോ. അവൻ ദോശ ഒന്നും കഴിക്കില്ല. അപ്പോൾ ഉഴുന്നോട അവന് കൊടുത്തു. പിന്നെ കുറച്ച് പാൽ ചായയും കുടിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.